എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ലൈവ് എന്ന് പറയുന്നത് അമൃത സുരേഷിന്റെ മോൾ പാപ്പു ചെയ്ത ഒരു വീഡിയോയെ പറ്റിയിട്ടായിരുന്നു. അന്ന് നമ്മൾ സംസാരിച്ചത് ആ കുഞ്ഞിന് നേരെ നടന്ന സൈബർ ആക്രമണത്തെ പറ്റിയും ആ കുട്ടിക്ക് നേരെ വന്ന മോശം കമന്റുകളെ പറ്റിയും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചിന്താഗതിയെ പറ്റിയും ഒക്കെയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതേ വിഷയത്തിൽ ഊന്നി തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള പലരും എന്നോട് ചോദിച്ച ഒരു സംശയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കുട്ടിക്ക് നേരെ വന്ന സൈബർ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ആളുകൾ പറഞ്ഞത്, ആ കുട്ടിക്ക് ഏകദേശം 3 വയസ്സുള്ളപ്പോഴാണ്, 2.5-3 വയസ്സുള്ളപ്പോഴാണ് ഇവർ പിരിയുന്നത്. അപ്പോഴുണ്ടായ കാര്യങ്ങൾ ആ കുട്ടിക്ക് എങ്ങനെ ഓർമ്മ കാണും, അപ്പൊ അത് അമ്മ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തതല്ലേ എന്നുള്ളതായിരുന്നു. സത്യത്തിൽ എനിക്ക് ആശ്ചര്യം തോന്നിപ്പോയത് സ്ത്രീകൾ വരെ, എത്രയോ അമ്മമാർ വരെ അതിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടത് ആ രീതിയിലായിരുന്നു. അതായത് 3 വയസ്സിൽ ഇതൊന്നും കുട്ടിക്ക് ഓർമ്മ കാണില്ല, അപ്പോ അത് അമ്മയും അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലുള്ള ആളുകളും പറഞ്ഞുകൊടുത്ത് കുട്ടിയെ പഠിപ്പിച്ച് പറയിപ്പിച്ചതാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു, ഇപ്പൊ ഞാൻ കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ അറിയണമല്ലോ, ഒരു കുട്ടിയുടെ ഓർമ്മശക്തി എങ്ങനെയൊക്കെയാണ്, 3 വയസ്സുള്ള കുട്ടിക്ക് അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോക്ക് ചെയ്യുന്നത്. ഞാൻ കുറേ പേരോട് സംസാരിച്ചു, കുട്ടികളുടെ സൈക്കോളജിസ്റ്റുകളോട്, സൈക്യാട്രിസ്റ്റുകളോട്. കാരണം ഇത് എനിക്ക് തനിയെ വന്നങ്ങ് പറയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം ഇതിനെപ്പറ്റി കൂടുതൽ എന്നേക്കാൾ അറിവുള്ള ആളുകളാണ് സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും. അപ്പൊ അവരോടുകൂടി സംസാരിച്ചതിന് ശേഷം ചെയ്യാം ഈ ഒരു ടോക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 2-3 ദിവസം സമയമെടുത്തത്. അപ്പോ ഇതിലെല്ലാവരും വളരെയധികം ശക്തമായി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓർമ്മ 2.5-3 വയസ്സിലൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചിട്ട് അൺപ്ലസന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത അസുഖകരമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് 2.5 വയസ്സിലും 3 വയസ്സിലും ഉണ്ടായാലും അത് നമുക്ക് ഓർത്തെടുത്ത് പറയാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കൺസൾട്ട് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച എല്ലാവരും ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി എന്നോട് പറഞ്ഞത്. അപ്പോ ആ കുഞ്ഞിനെ ആ ഒരു കാരണം പറഞ്ഞ് നമ്മൾ ക്രൂശിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഇപ്പോൾ എന്നോട് നിങ്ങൾ പേഴ്സണലി ചോദിക്കുകയാണ്, എന്റെ ഏറ്റവും നേരത്തെയുള്ള ഓർമ്മ എന്ന് പറയുന്നത് ഏകദേശം ഒരു 3.5-4 വയസ്സായിരിക്കും. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ, അംഗനവാടി എന്ന് പറയും, നഴ്സറി എന്നല്ല അംഗനവാടിയിൽ അന്ന് LKG UKG ഒന്നും ഇല്ലല്ലോ. അപ്പം എന്നെ അമ്മ 1ാം ക്ലാസ്സിൽ ചേർത്തിയത് ഏകദേശം ഒരു 4.5 വയസ്സ് സമയത്താണ്. അപ്പൊ അതിന്റെ ഒരു വർഷം മുമ്പേ, അപ്പോൾ എന്തായാലും ഒരു 3.5-4 വയസ്സൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഞാൻ അംഗൻവാടി പോയതും അംഗൻവാടിയിൽ കിട്ടിയിരുന്ന ഭക്ഷണവും ഞങ്ങൾ കളിച്ചിരുന്നതും, അതിൽ തന്നെ എനിക്ക് ഇന്നും കൃത്യമായിട്ട് ഓർമ്മയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞങ്ങൾ ട്രെയിന് കളിച്ച സമയത്ത് എന്റെ കാലിൽ ഒരു മുള്ളു കുത്തി കയറുകയും അന്ന് അവിടെ ഉണ്ടായിരുന്ന മാഡം, അതായത് അവിടുത്തെ ടീച്ചർ, ആ മുള്ള് ഇങ്ങനെ എടുത്ത്, അതായത് എനിക്ക് അന്ന് ഞാൻ കുറെ കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ മുള്ളു കുത്തി കയറിയ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഞാൻ അതെന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഓർക്കുന്നത് എന്നുള്ളത്. കാരണം അത് ഒട്ടും അൺപ്ലസന്റ് അല്ല. അപ്പൊ ഇവരൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ചിന്തിച്ചത്. എനിക്ക് ഉണ്ടായ ഒരു വേദനയാണ് ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നത്. അവിടെ ഉണ്ടായ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്, ഞങ്ങളിങ്ങനെ കുറെ കുട്ടികൾ ഇങ്ങനെ ട്രെയിൻ കളിച്ചപ്പോൾ എവിടെയോ ചവിട്ടി എന്റെ കാലിൽ ഒരു മുള്ളു കുത്തി കയറിയതും ഞാൻ കരഞ്ഞതും ടീച്ചർ ആ മുള്ള് എടുത്ത് മരുന്നൊക്കെ വെച്ച് തന്നതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോ ഇവിടെ ഈ കുട്ടിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നതും ഒരിക്കലും ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലസന്റ് ആയിട്ടുള്ള ഒരു അനുഭവമല്ല. അവരെന്തോ ഒരു കുപ്പി എടുത്ത് എറിയുകയും ആ എറിഞ്ഞത് ഇവരെ ലക്ഷ്യമാക്കി എറിഞ്ഞു, പക്ഷെ ഇവരത് മാറിപ്പോയത് കൊണ്ട് അത് എവിടെയോ തട്ടി ചിന്നിച്ചിതറി ആ ഒരു രംഗമാണ് നമുക്കൊന്ന് ആലോചിക്കാം അല്ലെ. അവർ എത്രത്തോളം ഭീകരമായിട്ടുള്ള, എത്രത്തോളം പേടിപ്പെടുത്തുന്ന, അത് അവരുടെ മേത്ത് തട്ടിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു. അപ്പോൾ അത് ചിന്നിച്ചിതറുകയും ആ സൗണ്ട് അല്ലെങ്കിൽ അത് എറിയുന്ന രംഗം, ഇതൊക്കെയാണ് ആ കുഞ്ഞ് ഓർത്തെടുത്ത് പറയുന്നത്. ഡെഫിനറ്റ്ലി അത് ആ കുട്ടിയുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു പോയത് കൊണ്ടാണ് ആ കുഞ്ഞിന് ഈ 3 വയസ്സിലെ അനുഭവവും ഇന്ന് ഓർത്ത് പറയാൻ സാധിക്കുന്നത്. വേറൊരു കാര്യം കൂടി ആക്ച്വലി ഈ പറയുന്ന സൈക്കോളജിസ്റ്റുകൾ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ, സൈക്യാട്രിസ്റ്റുകളും. നമുക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം നമുക്കുണ്ടായി, ഓക്കെ, നമ്മുടെ 3 വയസ്സിലോ 3.5 വയസ്സിലോ ഒക്കെ ഉണ്ടായി. ഈ അനുഭവം നമ്മൾ ഓർത്ത്, അതായത് നമ്മുടെ മെമ്മറിയിൽ നിന്ന്, അപ്പൊ പലരും ചോദിക്കും, ഇത് ഓർമ്മയല്ലേ, ഓർമ്മ നമുക്ക് മാഞ്ഞു പോയില്ലേ, കുറെ കാലം കഴിയുമ്പോൾ കുട്ടി മറന്നു പോവില്ലേ എന്നുള്ളത്. ഇത് മറക്കാതെ നിൽക്കൂത്രേ. അതെങ്ങനെയാണെന്നറിയോ? പിന്നീടുള്ള ജീവിതത്തിലും ആ കുഞ്ഞ് ഇതേ തരത്തിൽ തന്നെയുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസിലൂടെ കടന്നു പോകുമ്പോൾ,
ഇപ്പൊ ഈ കുട്ടിയുടെ കാര്യം നിങ്ങളൊന്ന് എടുക്കൂ. ഈ കുട്ടി അതിനുശേഷം കടന്നു പോയിരിക്കുന്നതും ഒട്ടും തന്നെ സുഖകരമായിട്ടുള്ള ഓർമ്മകളിലൂടെയല്ല. ഇതിന് ശേഷമാണ് അവർ ഡിവോഴ്സിലൂടെ പോകുന്നത്. ആ കുട്ടി പറയുന്നുണ്ട് ഡിവോഴ്സിന് ശേഷം കോടതിയിൽ നിന്ന് ആ കുട്ടിയെ വലിച്ചഴിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിനുശേഷം ഉണ്ടായ ജീവിതവും ആ കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് അത്ര പ്ലസന്റ് ആയിരുന്നില്ല. ഓക്കെ, ആ കുട്ടി ഇപ്പോഴും ആ കുട്ടി എന്താ പറഞ്ഞത്, ആ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത്, നമ്മൾ മലയാളികളാണല്ലോ, നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ, നമ്മള് എല്ലാവരും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു മുറിവുണ്ടെങ്കിൽ അതിലിങ്ങനെ ചൊറിഞ്ഞ് മാന്തി അവർ വേദനിക്കുന്നത് കാണാൻ ഇഷ്ടമുള്ള ഒരു ചെറിയ അസുഖം നമ്മൾ മലയാളികൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ വീഡിയോ കണ്ടവർക്കറിയാം, എവിടെ പോയാലും ഇതേ ചോദ്യങ്ങളാണ്. എന്താ നിനക്ക് അച്ഛന്റെ കൂടെ പോയാൽ അച്ഛനും അമ്മയുള്ള പ്രശ്നങ്ങൾ മാറിയോ, അല്ലെങ്കിൽ അച്ഛനും അമ്മ എന്താണ് പ്രശ്നം, ഇത് ശരിയാണോ, അത് തെറ്റാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതിന്റെ അർത്ഥം എന്താ, ഇന്ന് ഈ 12ാമത്തെ വയസ്സിലും ആ കുഞ്ഞ് അതേ ട്രോമയിലൂടെ അല്ലെങ്കിൽ അസുഖകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ, ചോദ്യാവലിയിലൂടെ, അല്ലെങ്കിൽ ഒരു സൈബർ എന്താ പറയാ ഓഡിറ്റിങ്ങിലൂടെ, സോഷ്യൽ ഓഡിറ്റിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കുടുംബം. അപ്പൊ ഈ 12 വർഷവും ഈ 3 വർഷത്തിൽ ഈ സംഭവം ഉണ്ടായിട്ട് അതിനുശേഷവും ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അസുഖകരമായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിക്ക് ഇത്രയും ഈ സംഭവം മറക്കാനുള്ള സാധ്യത കുറവാണ്. അതായത് ഒരു കുഞ്ഞിനെ ഇങ്ങനെ 3 വയസ്സിലൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായി, അതിനുശേഷം ആ കുഞ്ഞിന്റെ ലൈഫ് വളരെ പ്ലസന്റ് ആയിട്ടാണ് പോയത്, അതിനുശേഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ there is a chance that ആ കുട്ടി ആ സംഭവം മറന്നുപോവാൻ. പക്ഷേ അതിനുശേഷവും ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പിന്നെയും അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ആദ്യം ഉണ്ടായ അനുഭവവും ഒരിക്കലും മായാതെ ആ മെമ്മറിയിൽ കിടക്കുമെന്നാണ് ഞാൻ സംസാരിച്ച സൈക്കോളജിസ്റ്റുകൾ എന്നോട് അവരതിന്റെ തിയറികളും കാര്യങ്ങളും അല്ലെങ്കിൽ സയന്റിഫിക് എവിഡൻസ് ഒക്കെ പറഞ്ഞു. അപ്പോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പലരും ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ അപമാനിക്കുന്നത് അല്ലെ. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങള് തെറ്റോ ശരിയോ എന്നതിനപ്പുറം എനിക്ക് ആസ് എ ഡോക്ടർ, ആസ് എ മദർ, വളരെ ജെന്യൂൻ ആയിട്ടാണ് തോന്നിയത്. ഷി വാസ് വെരി ക്ലിയർ ആൻഡ് ഷി വാസ് വെരി കോൺഫിഡന്റ്, ബോൾഡ്. ഇതൊക്കെ പറയാനുള്ള ഇപ്പോൾ ഒരു 12 വയസ്സുള്ള കുട്ടി ഇങ്ങനെയൊക്കെ ഇത്രയും ബോൾഡായി, ഇത്രയും ക്ലിയർ ആയി, ഒരു തട്ടോ തടവോ വിറയലോ ഇല്ലാതെ നമ്മുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ട് സാധിക്കുന്ന ഒന്നല്ല. വേറൊരു കാര്യം കൂടി എൻ്റെ അടുത്ത് ഈ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു, ഇങ്ങനെയുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസസിലൂടെ പോകുന്ന കുട്ടികൾക്ക് പ്രിമച്വർ ആയിട്ട് ഒരു മെച്യൂരിറ്റി വരുമെന്ന്. അതായത് ഞാൻ ഈ പറഞ്ഞപ്പോഴാണ് 1-2 എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റുമാർ ഈ ഒരു വീഡിയോ കണ്ടത്. അപ്പൊ അവർ അതിൽ പറഞ്ഞൊരു കമന്റ് ആണ്, ആ കുഞ്ഞു വളരെ മെച്യൂർ ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോ ആ ഒരു മെച്യൂരിറ്റി, ആ ഒരു പക്വത, അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? 12 വയസ്സുള്ള കുട്ടിക്ക് കാണാത്തൊരു പക്വത കുട്ടിയുടെ വാക്കുകളിലും സംസാരത്തിലും ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നതും ഇങ്ങനെയുള്ള പല സ്ട്രെസ്സുകളിലൂടെ കടന്നുപോയ ബാല്യമുള്ള കുട്ടികൾക്ക് അവരറിയാതെ തന്നെ ഒരു മെച്യൂരിറ്റി അവരുടെ പ്രവർത്തികളിലും വാക്കുകളിലും ഒക്കെ വന്നു പോകും. അപ്പോ എനിക്ക് തോന്നുന്നു അമൃത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ കുഞ്ഞ് ഓൾറെഡി തന്നെ വളരെ മെച്ചൂരിറ്റിയോടുകൂടി പെരുമാറുന്ന, പക്വതയോടുകൂടി പെരുമാറുന്ന കുട്ടിയാണ്, നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. ആ കഴിവ് സത്യത്തിൽ വരുന്നത് അവർക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആക്ച്വലി ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൂടി ഉണ്ടെന്നാണ് സൈക്യാട്രിസ്റ്റുകൾ അവരുടെ അനാലിസിസ് വഴി പറയുന്നത്. കാരണം അവർ വന്ന വഴി, കാരണം ഈ കുഞ്ഞ് എന്നും ഇതൊക്കെ കേൾക്കുകയും കാണുകയും തന്റെ കുടുംബത്തിൽ ഉണ്ടാവുന്ന വിഷമങ്ങൾ കാണുകയും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളുടെ ചോദ്യങ്ങൾ നേരിടുകയും അവരുടെ നോട്ടങ്ങളും അവരുടെ കുത്തുവാക്കുകളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ മനസ്സ് കുറച്ച് പ്രിമച്വർലി മെച്യൂർ ആവും. അതായത് കുറച്ച് നേരത്തെ തന്നെ ഒരു വലിയ ആളെ പോലെ. എൻ്റെ അടുത്ത് സൈക്കാട്രിസ്റ്റ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, ഷീ ടോക്സ് ലൈക്ക് ആൻ അഡൾട്ട്, ഷീ ടോക്ക് ലൈക്ക് ആൻ അഡൾട്ട് എന്നാണ്. അതായത് ഒരു മുതിർന്ന ആളെ പോലെയാണ് ആ കുഞ്ഞ് സംസാരിക്കുന്നത്. അപ്പോൾ ആ മെച്യൂരിറ്റി ആ കുഞ്ഞിന് വന്നിരിക്കുന്നത് ആ കുഞ്ഞിന്റെ ഈ 12 വർഷത്തെ എക്സ്പീരിയൻസസിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. സോ 3 വയസ്സിലെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഓർത്തിരിക്കും. എസ്പെഷ്യലി അത് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ആവുമ്പോൾ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ അത് വളരെ എവിഡന്റ് ആണ്. ആ കുഞ്ഞ് ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഞെട്ടിപ്പോയ, അല്ലെങ്കിൽ പെട്ടെന്ന് പകച്ചുപോയ, ഒരു ഷോക്കിലായിപ്പോയ സംഭവമാണ് അത് എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷവും ആ കുഞ്ഞ് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസസിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഈ 12 വർഷവും ആ കുഞ്ഞ് പല സ്ട്രെസ്സുകൾ മെന്റലി ആൻഡ് ഫിസിക്കലി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 വയസ്സിലുണ്ടായ സംഭവം മറക്കാനുള്ള ഒരു അവസരം ആ കുഞ്ഞിന് കിട്ടിയിട്ടില്ല. ഇറ്റ് വിൽ ബി റീഇൻഫോഴ്സ്ഡ് എന്നാണ് അവർ പറയുന്നത്. അതായത് ഇങ്ങനെയുണ്ടായ ഓർമ്മകൾ ഇറ്റ് വിൽ ബി റീഇൻഫോഴ്സ്ഡ് ആൻഡ് ഇറ്റ് വിൽ കം അഗൈൻ ആൻഡ് അഗൈൻ. അവരുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള അശുഭകരമായിട്ടുള്ള ഓർമ്മകൾ വീണ്ടും വരും അത്രേ. അതായത് ഇങ്ങനെയുള്ള സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കുക, ഒരു കുഞ്ഞിനെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിന് മുന്നേ
എന്തായിരിക്കും അതിന്റെ മാനസികാവസ്ഥ എന്നുള്ളത് നമ്മളൊക്കെ ഒരു ലേശം എങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് ആ കമന്റ് ഇട്ട സ്ത്രീകളെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു. കാരണം പുരുഷന്മാരെക്കാൾ കുഞ്ഞുങ്ങളുടെ മനസ്സ്, പെൺമക്കളുടെ മനസ്സ് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളാണ്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവിടെ മോശം കമന്റ് ഇട്ട ആളുകളോട് എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. സോ ഇതാണ് അതിന്റെ സയന്റിഫിക് എവിഡൻസ്. ഓക്കെ, അപ്പൊ ഞാൻ വളരെ കുറെ ആളുകളോട്, എനിക്ക് അറിയാവുന്ന കുറെ പേരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സയന്റിഫിക് എവിഡൻസ് ഇല്ലാതെ, നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഡാറ്റകൾ ശേഖരിക്കാതെ ഇതിലൊരു അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം ഇതും എന്റെ ഫീൽഡ് ഓഫ് എക്സ്പെർട്ടീസ് അല്ല. ഞാനൊരു കുട്ടികളുടെ ഡോക്ടറാണ്, പക്ഷെ കുട്ടികളുടെ മനഃശാസ്ത്ര വിദഗ്ധയൊന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളോട് ഞാൻ സംസാരിച്ചു. സോ ഇറ്റ് ഈസ് വെരി മച്ച് പോസിബിൾ. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ കാര്യത്തിൽ സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? അതായത് കുട്ടികളുടെ ഓർമ്മശക്തിയെ പറ്റിയിട്ട്. പിന്നെ ഇതിന്റെ ഒരു സയന്റിഫിക് എവിഡൻസ് എന്ന് പറയുന്നത് എന്നോട് ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞതാണ്. നമ്മുടെ ബ്രെയിനിൽ മെമ്മറി, അതായത് നമ്മുടെ ഓർമ്മശക്തി എന്ന് പറയുന്നത് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ബ്രെയിനിൽ ഒരു പാർട്ടുണ്ട്. അതിൽ അമിഗ്ഡല എന്നൊക്കെ പറയുന്ന ഒരു പാർട്ടുണ്ട്. അതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതാണ്. ഈ ബ്രെയിനിന്റെ പാർട്ട്, ഈ ഹിപ്പോ ക്യാമ്പസും അമിഗ്ഡലയും ഒക്കെ 2-3 വയസ്സാകുമ്പോഴേക്കും തന്നെ പൂർണ്ണമായിട്ടുള്ള വളർച്ച, ഗ്രോത്ത് അതിന് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് കൂടിയാണ് അന്നുണ്ടായ സംഭവങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതായത് ഓർമ്മശക്തി സംഭരിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ പാർട്ട് 2-3 വയസ്സാകുമ്പോഴേക്കും തന്നെ പൂർണ്ണമായ വളർച്ചയും മെച്യൂരിറ്റിയും ഡെവലപ്മെന്റും അച്ചീവ് ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ് ആ ഓർമ്മകൾ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ ഇംപ്രിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ പോലും 2 സാധ്യതകളുണ്ട്. ആ ഓർമ്മ മറന്നു പോവാം, അല്ലെങ്കിൽ ആ ഓർമ്മ അതേപോലെ തന്നെ ഇരിക്കാം. ഓർമ്മ മറന്നു പോകാനുള്ള സാധ്യത ഞാൻ പറഞ്ഞ പോലെ, അതിനുശേഷം അങ്ങനെയുള്ള സ്ട്രെസ് ഒന്നും ഉണ്ടാവാത്തൊരു ലൈഫാണ് ആ കുട്ടിക്ക് ഉണ്ടായതെന്നുണ്ടെങ്കിൽ പതുക്കെ 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 ആ അശുഭകരമായിട്ടുള്ള ഓർമ്മകൾ ആ കുഞ്ഞിന്റെ മെമ്മറിയിൽ നിന്ന് മാഞ്ഞു പോയേക്കാം. പക്ഷേ പിന്നെയും സിമിലർ ആയിട്ടുള്ള സ്ട്രെസ്സിലൂടെ, മെന്റൽ സ്ട്രെസ്സിലൂടെ കടന്നുപോയ ഒരു ബാല്യമാണ് ആ കുട്ടിക്ക് ഉണ്ടായതെങ്കിൽ ആ കുഞ്ഞ് ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന 2-3 വയസ്സിലെ അനുഭവം ഓർത്തിരിക്കാം കേട്ടോ. അപ്പോ പാപ്പുവിന്റെ കാര്യത്തിൽ എനിക്ക് അതാണ് തോന്നുന്നത്. ആ കുഞ്ഞ് ഒരു സ്ട്രെസ്സിലൂടെ തന്നെയാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് ഇനിയും മെന്റൽ സ്ട്രെസ്, ആ കുഞ്ഞിനും ആ കുഞ്ഞിന്റെ കുടുംബത്തിനും ഇനിയും മെന്റൽ സ്ട്രെസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത്രയെങ്കിലും നമുക്ക് ആ കുഞ്ഞിനോട് ചെയ്യാം. ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ ചീത്തയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി അതൊന്നും തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഇനിയെങ്കിലും ആ കുടുംബത്തെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ, ഇങ്ങനെയുള്ള മാതാപിതാക്കളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്ത്രീകളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവരോട് സിമ്പത്തൈസ് ചെയ്യാം, എംപത്തൈസ് ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ അവരെ പോയി കെട്ടിപ്പിടിക്കും മോയ്ക്കൊന്നും ചെയ്യേണ്ട. ബി വിത്ത് ദം. ഓക്കെ, അവർക്ക് ഒരു കൈത്താങ്, അല്ലെങ്കിൽ അവരെ കൂടെ ഒന്ന് നിൽക്കുക. ഇമോഷണലി ബി വിത്ത് ദം. അറ്റ്ലീസ്റ്റ് അവരെ ക്രൂശിക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക കേട്ടോ. യെസ്, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ കാണുന്ന ആളുകൾ ഇത് മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. കാരണം ആളുകളിൽ ഉണ്ടായ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് 3 വയസ്സുള്ള കുട്ടിക്ക് കാര്യങ്ങൾ ഓർത്ത് പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഷീസ് മാനിപ്പുലേറ്റഡ്, അവരെ പറഞ്ഞു പഠിപ്പിച്ചതാണ് എന്നുള്ള മെയിൻ ഒരു അലിഗേഷനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമാണ് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത്. അതിന്റെ കാരണമാണ്, അതായത് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത്ര നേരത്തെ ഒന്നുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഉത്തരമാണ്, സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ടുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് തന്നത്. മാക്സിമം പേരിലേക്ക് കേൾക്കുന്ന ആളുകൾ എത്തിക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേട്ടോ, കുട്ടികളുടെ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട എന്താണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ വിചാരിക്കുക, 2.5 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ നമ്മൾ വീട്ടിൽ അടികൂടുമ്പോൾ, മോശം വാക്കുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ, ഫിസിക്കലി അബ്യൂസ് ചെയ്യുമ്പോൾ ഇതൊന്നും കുട്ടികളെ ബാധിക്കില്ല, കുട്ടികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം, നമ്മൾ വീട്ടിൽ പറയുന്ന ഓരോ വാക്കുകളും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ അച്ചുപോലെ പതിഞ്ഞു പോകുന്നുണ്ട്. അത് അവരുടെ മനസ്സിൽ നിന്ന് മായില്ല. സോ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു കുട്ടിക്കാലം കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ ഓർമ്മകളെല്ലാം നല്ലതാവട്ടെ, പ്ലസന്റ് ആയിട്ടുള്ള ഓർമ്മകളാവട്ടെ, സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഓർമ്മകളാവട്ടെ. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പാഠമാണ്, എല്ലാ അച്ഛനമ്മമാർക്കും ഒരു പാഠമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ മോശം പ്രവൃത്തികളും നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ വീണു പോകുന്നുണ്ട്. അത് അവരുടെ ഭാവിയിലും പോലും അവരെ മോശമായിട്ട് അത് ബാധിക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവരും മക്കളൊക്കെ ഉള്ള സമയത്ത് വീട്ടിൽ, അതായത് കുട്ടികളല്ലേ, അവർക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത്. കുട്ടികളെല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, അവരുടെ മനസ്സിലെല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇന്നത്തെ ടോക്ക് അത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ടോക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കും അത് എത്തിക്കാൻ ശ്രമിക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ.